നിങ്ങൾ എന്നാ കേട്ടോളെ 17 മലക്കുകൾ സഹായിക്കുന്നതിന് ആയത്ത് തെളിവുദ്ധരിക്കുന്ന സക്കരിയാസലായി നേരത്തെ പറഞ്ഞത് സക്കരിയനെ കൊണ്ട് ഏസടിക്കാണ് എന്ന് വെച്ചോട്ടവനെ. അപ്പൊ ജിന്നിനുള്ള ഉപദ്രവം, മറ്റ് മനുഷ്യനുള്ള ഉപദ്രവം, ഇഴജന്തുക്കളുടെ ഉപദ്രവം, ഇതൊക്കെ തടുക്കാൻ ഓരോ മനുഷ്യന്റെ കൂടെയും ഓരോ മലക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏർപ്പെടുത്താത്തൊരു മനുഷ്യനുമില്ല. അപ്പൊ ഈ മലക്കിന്റെ സഹായം നിത്യേന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിച്ചാൽ ശിർക്കായി എന്നാണ് ഈ സുല്ലമി പറയുന്നത്. എന്താ അപ്പൊ ഇയാളെ കഥ? ഇത് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടോളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ, അവൻ കിണറ്റിൽ വീഴുകയോ, അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ, അവൻ മുങ്ങിപ്പോവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും. അഥവാ അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു മാറി നിൽക്കും. കണ്ടോ? ഇതൊക്കെ അലി റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അള്ളാഹ് ശിർക്ക് പ്രചരിപ്പിച്ചു, അമാനി വഴി ശിർക്ക് പ്രചരിപ്പിച്ചു, ഈ പറഞ്ഞ സഹാബികളും താബികളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചു. അള്ളാഹ് ശിർക്ക് പ്രചരിപ്പിച്ചു ഞങ്ങൾ പറയുന്നത് മുമ്പ് ചോദിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്തായി? ഇപ്പം മടവൂരും മുജാഹിദും മറ്റേ മുജാഹിദ് തമ്മിൽ മുട്ടിയപ്പോ ഇസ്മായിൽ ഉസ്താദിന്റെ തെളിവ് സക്കരിയാസലായി ഇപ്പം പറയുന്നത് മലക്കുകൾ സഹായിക്കും. ഇനി ഒന്നുകൂടി കേട്ടോളി. മലക്കുകളെ കാവല് കിട്ടും, മലക്കുകളെ സഹായിക്കുന്ന വിശ്വസിച്ച ശിർക്കാണെന്ന് ശബാബില് മടവൂര് മുജാഹിദികൾ പറഞ്ഞത് ഖുർആനെതിരാണ് ഇപ്പൊ സക്കരിയാസലായി പ്രസംഗിക്കുന്നത്. എന്നാൽ അതേ സക്കരിയാന്റെ സംവാദവും പ്രസംഗവും കേട്ടിട്ട് നമ്മളെ ഫൈസൽ മുസ്ലിയാർ പെടുകയും ചെയ്തു. ഫൈസൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് ഉസ്താദിനെ വിമർശിച്ച് പെട്ട് ഇപ്പൊ കുടുങ്ങിക്കെടുക്കാണ് ഫൈസൽ. അതിലെന്താ പറയോ? ഈ അഭൗതികമായ സഹായം, അഭൗതികമായ കഴിവ് അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂന്ന് അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. നിങ്ങൾ ആലോചിക്കണേ, മുജാഹിദ് തന്നെ മുസ്ലിയത്തെ ബുക്കിലെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായിക്കാൻ അള്ളാഹ്ക്കേ കഴിവുള്ളൂന്നും അഭൗതികമായ നിലക്കുള്ള സഹായം ചെയ്യും മലക്കുകളെന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പ്രസംഗിച്ചപ്പോ അതിനെ മറ്റേ ഫൈസൽ മുസ്ലിയാർ ചോദ്യം ചെയ്തൊക്കെ ഞാൻ കേൾപ്പിച്ചില്ലേ. ഇപ്പൊ സക്കരിയാസലായി പറയുന്നു അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. അഭൗതികമായ സഹായം അള്ളാഹ് മാത്രമേ ചെയ്യുള്ളൂ, അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. മുജാഹിദിനില്ല എന്ന് മാത്രമല്ല, മൗലവി പറയാണ് മടവൂര് മുജാഹിദിന്റെ വർഗത്തിൽപ്പെട്ടതാണ് കോയക്കുട്ടി ഫാറൂഖി. അയാള് തന്നെ ഇന്നലെ ശബാബിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുജാഹിദിന് അങ്ങനെ വാദമില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ മുത്തഫഖുൻ അലൈഹിയാണ്, രണ്ട് മുജാഹിദിനും അങ്ങനെ വാദമില്ല എന്നാണ് സക്കരിയ പ്രസംഗിക്കുന്നത്. അപ്പം സക്കരിയ പറയാണ് സുല്ലമീ ആകത്തരച്ച് ഞാൻ എടുക്കും. ഒന്ന് കേട്ടോളി. ഇതായിരുന്നല്ലോ നിങ്ങള് സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി. അദ്ദേഹം എഴുതുകയാണ്, ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സുല്ലമീ ആത്തരച്ച് ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. സുല്ലമീ ആത്തരച്ച് ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജിന്നുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുജാഹിദുകൾക്കും വാദമില്ല. ഇയാളെന്താ പറഞ്ഞത്? മലക്കുകൾ സഹായിക്കും, ജിന്നുകൾ സഹായിക്കും എന്ന് വിചാരിച്ചാൽ ശിർക്കായി. കേട്ടോ? എല്ലാം പൊളിഞ്ഞു, എല്ലാം പൊളിച്ചു. ഇപ്പൊ പറഞ്ഞതാണ് മലക്കുകളും ജിന്നുകളും സഹായിച്ചാൽ ശിർക്കാവുന്നുള്ള സുല്ലമീന്റെ വാദാണ്. മുജാഹിദിയൊക്കെ അങ്ങനെ ഒരു വാദം തന്നില്ല. സുല്ലമീ ആ തർജ്ജമയുടെ കാലം നിങ്ങളെ സുജാരിയൊക്കെ അങ്ങനെ വാദം തന്നെ ഇല്ല. അഭൗതികമായ സഹായം അള്ളാഹ് മാത്രമേ ചെയ്തു, അങ്ങനെ വാദം തന്നെ ഇല്ല. പിന്നെ എന്തിനേലും പഞ്ചേശ്വരത്ത് എന്നോട് ചോദ്യം ചോദിച്ചേ? എന്നോട് ചോദിച്ചില്ലേ? എല്ലാ കാര്യവും ചോദിക്കാന്ന് ചോദിച്ചില്ലേ? എന്തിനും ചോദിച്ചേ? ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്ത വാദവും കൊണ്ട് തുടങ്ങിയതാ സുന്നികളെ മുശ്രിക്കാക്കാനേ. ഇപ്പൊ മൗലവിമാരിൽ പറഞ്ഞിട്ട് സ്ഥലത്ത് എത്തുന്നില്ല. അവസാനം പിന്നെ പോയി എത്തിയതായിരുന്നു മുജാഹിദിയൊക്കെ വാദം തരില്ല.